guys, welcome back to my channel and I'm Anjali. So I'm a 6th year student here in Tbilisi. അപ്പോൾ ഇന്ന് ഞങ്ങൾ Rustaveli metro stationലാണ് വന്നിരിക്കുന്നത് and I'll show you guys what you can see here. So it's a pretty interesting place. There are like so many famous restaurants here. ഇവിടെ Radisson Blu ഉണ്ട്. Then there are like government, parliament stuff ഒക്കെ ഇവിടെ തന്നെയാണ്. So this is like one of the main centers in Tbilisi. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് വിൽ ഷോ യു ഗൈസ് വെയർ ടു ഗോ, വാട്ട് ടു ഈറ്റ് ആൻഡ് എവറിത്തിങ്. ഇവിടുത്തെ ഞങ്ങളൊരു ജോർജൻ റെസ്റ്റോറൻറ്റിലും പോവാം ആൻഡ് ഇവിടുത്തെ ക്യൂസീനും കാണിച്ചു തരാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ടു വ്ളോഗ് ദിസ് ആസ് വെൽ. അപ്പോൾ നമുക്ക് നടക്കാം ആൻഡ് വിൽ സീ വാട്ട് ടു സീ. So ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. പീപ്പിൾ ആർ ജസ്റ്റ് പെയിൻറ്റിങ്, സ്പ്രേ പെയിൻറ്റിങ് ഓൺ ദിസ്. ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ആക്ച്വലി മീൻസ്, ബട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ക്യാമ്പ് ഫയർ സെറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെൻ ദിസ് ഹാപ്പൻഡ് ബിക്കോസ് ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ഉണ്ടായിട്ടില്ല. ദിസ് ഇസ് വെരി നൈസ് ടു സീ ആൻഡ് ക്രിയേറ്റീവ്, ബട്ട് അവരെന്തൊക്കെയോ കുത്തി വരച്ചിട്ട പോലെ ഉണ്ട്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ദിസ് ഇസ്, ബട്ട് യാ ഇറ്റ്സ് ഐ തോട്ട് ഐ ഷോ യു ഗൈസ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് കൂൾ ടു സീ. ഇറ്റ്സ് നൈസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് റാഡിസൺ ബ്ലൂവിൻ്റെ താഴെയുള്ള ഉമാമി റെസ്റ്റോറൻറ്റ്. അതൊരു ഏഷ്യൻ ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ആണ്. സോ ഞങ്ങളിവിടെ ഒരു തവണ വന്ന് കഴിച്ചിട്ടുണ്ട്. പ്രൈസസ് ആർ നോട്ട് സോ ഹൈ. ഒരു 20-30 ലാരിക്ക് കഴിക്കാൻ പറ്റും ഫോർ വൺ ഡിഷ് ഓഫ് കോഴ്സ്. ആൻഡ് ഒരു 5-star ഹോട്ടൽ ആയതുകൊണ്ട് ദ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്, ബട്ട് ഐ കാൺട്ട് അഷ്യൂർ ദ ക്വാണ്ടിറ്റി ഓഫ്. ചെറിയൊരു പാത്രമായിരിക്കും, ബട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഐ ഹാഡ് ഫ്രൈഡ് റൈസ് ആൻഡ് നൂഡിൽസ് ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് യു ഗൈസ് ടു ട്രൈ ഇറ്റ്. ദർ ആർ ലൈക്ക് അതർ dishes as well, like shrimps. ഇവിടുത്തെ lemonade അടിപൊളിയായിരുന്നു. I've tried it. So yeah, if you're coming here, I would suggest this hotel to taste and have food. It's pretty nice and the vibe is really good. അതിൻ്റെ ഉള്ളിൽ നല്ല dim lightum. It's pretty nice, so you should come here and taste it. Oh, smart. So നമുക്ക് എന്നാ സ്മാർട്ടിൽ കയറാൻ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു. കയറിയാലോ? പക്ഷേ ഇറ്റ്സ് ലൈക്ക് ക്യാമറ ഷൂട്ടിംഗ് അലൗഡ് അല്ല, സോ ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ. ഞങ്ങളെന്നാൽ കയറിയിട്ട് സാധനങ്ങൾ കാണിച്ചില്ല. ഇവിടെ ആക്ച്വലി തിങ്സ് ആർ ഇമ്പോർട്ടഡ് ഫ്രം അതർ പ്ലേസസ്. സോ ഇവിടുത്തെ സാധനങ്ങളെക്കാളും കൂടുതൽ വെറൈറ്റി സാധനം ഇതിനുള്ളിൽ കാണും. ആൻഡ് ക്രിസ്മസിനൊക്കെ വി ക്യാൻ ഗെറ്റ് ദി സിനിമൻ കുക്കീസ്. ഞാൻ ലാസ്റ്റ് ടൈം ട്രൈ ചെയ്ത് അടിപൊളിയായിരുന്നു. ഫോർ 6 lari or സംതിങ്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ബട്ട് ഇവിടെ സ്പ്രൈറ്റ്, മൗണ്ടൻ ഡ്യൂ ഒക്കെ കിട്ടും, വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഇൻ അതർ സ്റ്റോഴ്സ്. സോ വി ക്യാൻ ഗോ. സോ നിങ്ങൾ ഈ കാണുന്നതാണ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ആൻഡ് ഇതിൻ്റെ മെയിൻ ആർട്ടിസ്റ്റാണ് ജൂറബ് സെരത്തേലി. സോ അതുകൊണ്ടാണ് ജൂറബ് സെരത്തേലി മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് എന്ന് പേരുള്ളത്. സോ ഇവിടെയാണ് ഹിസ് മെയിൻ എക്സിബിഷൻസ്. ഓൾസോ ദർ ആർ അതർ ആർട്ടിസ്റ്റ് എക്സിബിഷൻസ് ആൻഡ് അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ അടിയിലൊക്കെ പേര് എഴുതിയിട്ടുണ്ടാവും. സോ ആർട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കാം. പ്രൈസ് ടിക്കറ്റ് ഇസ് ജസ്റ്റ് ഫോർ ലൈക്ക് 10 lari ആൻഡ് ഇറ്റ്സ് വെരി ചീപ്പ് ഐ തിങ്ക്. So that's all about this building and ഞാനിതിനുള്ളിൽ കയറിയിട്ടില്ല, ബട്ട് ഓബ്വിയസ്ലി ആർട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ എന്തായാലും വന്ന് നോക്കണം. ആൻഡ് yeah, that's about this building. So let's keep going. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇറ്റ്സ് ദ ജോർജിയൻ ഒപ്പേറ ആൻഡ് ബാലെ തിയേറ്റർ ഓഫ് ടിബ്ലിസി. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദർ ആർ ലൈക്ക് ആക്ടിവിറ്റീസ് ആൻഡ് ദ ട്രഡീഷണൽ ഡാൻസസ് ആൻഡ് സ്റ്റഫ് ഗോയിങ് ഓൺ. And it's like one of the oldest establishment in Eastern Europe, founded on 1851.
Also, I think the main ones in Georgia. I think it's the only one in Georgia. അപ്പം ടിക്കറ്റൊക്കെ യു ക്യാൻ ബൈ ഓൺ അവൈലബിൾ ഡേറ്റ്സ്. ഓരോ ബോർഡും പരസ്യങ്ങളൊക്കെ കാണും, അങ്ങനെ വാങ്ങിക്കാൻ വേണമെങ്കിൽ. കോസ്റ്റ് ഒന്നും എനിക്കറിയില്ല. സോ ഇതാണ് ഈ ബിൽഡിംഗ്, ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് വിൽ കീപ് മൂവിങ്. സോ ഗൈസ്, ഞങ്ങൾ ആക്ച്വലി ആദ്യം ജോർജ് ഫുഡാണല്ലോ കഴിക്കാൻ വിചാരിച്ചത്. ബട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലായിരുന്നു ബർഗർ ഹൗസ് കണ്ടേ. അപ്പോൾ ബർഗർ കഴിക്കാൻ ഒരു കൊതിയായി. പിന്നെ ജോർജ് ഫുഡ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്കത് കഴിക്കാനും വലിയ മൂടൊന്നുമില്ല. ഇറ്റ്സ് ഓൾ ചീസ് ആൻഡ് ബ്രെഡ്. അപ്പം നമുക്കെന്നാൽ ബർഗർ ഹൗസിലോട്ട് കയറാം. അവിടെയാണെങ്കിൽ നല്ല റേറ്റിങ്ങും നല്ല ഫുഡൊക്കെ ആണെന്ന് കേട്ടത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, കം ഓൺ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്ന് October 31 ഇവിടെ 150 മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റാണ് എലക്ട് ആവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിക്കും തിരക്കും, സെക്യൂരിറ്റിയും ക്യാമറമാനും ഒക്കെ നടക്കുന്നുണ്ട്, മീഡിയക്കാരും എല്ലാവരും. അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ്. അപ്പോൾ ഇന്ന് ഗവൺമെൻറ് പബ്ലിക്കായിട്ടുള്ള എല്ലാ പ്ലേസും ഓഫാണ്, മെട്രോ ഒക്കെ ലീവാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാം, ബിക്കോസ് ഭയങ്കര സൗണ്ടൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ കഴിച്ച ഫുഡിൻ്റെ റിവ്യൂ പറയാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിച്ചു കഴിഞ്ഞപ്പം പുറത്ത് ഇരുട്ടായി, 6:30 ആയിട്ടുള്ളൂ സമയം. പക്ഷേ വിൻ്റർ അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടി. അപ്പം അടുത്തുള്ളൊരു മോളിൽ കയറിയപ്പോൾ കുറച്ച് നല്ല ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പറയാമെന്ന് വെച്ചു. നല്ല ബർഗറായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പൈസക്ക് വേർത്തായിരുന്നു. ആൻഡ് ഓൾസോ ബന്നൊക്കെ നല്ല സോഫ്റ്റ്. അവർ പാറ്റിയൊക്കെ നല്ല പ്രത്യേക തരം പാറ്റിയായിരുന്നു. ഞാൻ ഇവിടുന്ന് കഴിക്കാത്തൊരു ടൈപ്പായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കളറ്, ബന്നിൻ്റെ കളർ റെഡ് ആണെങ്കിലും സാധാരണ ബന്നിൻ്റെ ഒക്കെ ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് കോൾസ്ലോ, അതും ടേസ്റ്റായിരുന്നു. പിന്നെ അവർ കാപ്പിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഒരു തവണ കഴിക്കാൻ ഐ വുഡ് റെക്കമെൻഡ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ നൗ. വിൽ കീപ് ഗോയിങ്. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഗലേരിയ മോളിലെ ഏറ്റവും മേലത്തെ ഫ്ലോറിലെ ഫുഡ് കോർട്ടിലാണ് ഉള്ളത്. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് മെക്ഡോണൾഡ്സ് കണ്ടത്. സോ ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഷേക്സ് ആണ് മെക്ഡോണൾഡ്സിലെ 4 ലാരിയുടെ ഷേക്ക്. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വാക്കിംഗ് ടൂർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി നെക്സ്റ്റ് വ്ളോഗ് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. സോ